ിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഈ പാനലിൽ രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ താങ്കൾ തന്നെ നേരിട്ട് കേട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സ്വാഭാവികമായും ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കേണ്ട ഇടമാണ്, അവിടെ രാഷ്ട്രീയമായ ചർച്ചകൾ നടക്കുക എന്നതൊക്കെ സ്വാഭാവികമാണ്. അപ്പോഴും രാഹുൽ ഗാന്ധി ഉന്നയിക്കപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ, അത് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, മതാധിഷ്ഠിതമാകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു, അഗ്നിവീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസാരിച്ചു, തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിച്ചു, ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിന് തന്നെ നാണക്കേടായ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെ പരാമർശിച്ചു പോകുന്നു. എന്നാൽ ഇതിനെല്ലാം നൽകിയ മറുപടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇരുസഭകളിലും പ്രധാനമന്ത്രി നൽകിയ മറുപടി ശ്രദ്ധിച്ചു കാണും. അവിടെയൊന്നും ഈ അഡ്രസ്സ് ചെയ്ത വിഷയങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല പ്രധാനമന്ത്രി കൂടുതൽ സമയം ചെലവഴിച്ചത്. മറിച്ച് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ കടന്നാക്രമിക്കുന്നതിനായിരുന്നു. അതാകട്ടെ ഇപ്പോഴും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ, ഇത്രയധികം കാലം സഭയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുന്നു, ബാലബുദ്ധി എന്ന തരത്തിലൊക്കെ. അപ്പോൾ അത് കൃത്യമായും കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാം. താങ്കൾ എനിക്ക് ആവശ്യത്തിന് സമയം തന്നാൽ മതി. ആദ്യം ഈ ബാലക് ബുദ്ധി എന്നുള്ള കാര്യം തന്നെ പറയട്ടെ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ചൈൽഡിഷ് നേച്ചർ ഈ രാഹുൽ ഗാന്ധി പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് പണ്ട് കഴിഞ്ഞ ലോക്സഭയുടെ ആ സമയത്താണെന്ന് തോന്നുന്നു, 2018 തോന്നുന്നു, ഒരു പ്രസംഗം കഴിഞ്ഞു, നേരെ എഴുന്നേറ്റ് വന്നു, നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് നേരെ തിരിച്ച് സീറ്റ് ചെന്നിരിക്കുന്നു, അടുത്തുള്ള കൊളീഗ്സിനെ കണ്ണിറക്കി കാണിക്കുന്നു. ഇതെന്തൊരു സ്വഭാവം, അത് എന്തൊരു നേച്ചറാണ് ഇത്? ഒരു സീനിയർ നേതാവ്, അതായത് 2004 മുതൽ പാർലമെന്റ് മെമ്പറായ ഒരു മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തിയാണോ ഇത്? ഇതിനെ ചൈൽഡിഷ് എന്നല്ലവൻ എന്താ വിളിക്കുക? അതേപോലെ ഞാൻ ഇടപെടുകയോ താങ്കളെ തടസ്സപ്പെടുത്തുകയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഇന്നലകളിൽ അത്തരം രീതികൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ കാലഘട്ടത്തിൽ വിമർശിക്കപ്പെടട്ടെ, അത് സ്വാഭാവികമാണ്. പക്ഷേ അന്ന് ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഈ സഭാ സമ്മേളന കാലയളവിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശരി, ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അഭിലാഷേ. ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ ഈ സഭയിലേക്ക് കഴിഞ്ഞ 2018 തുടങ്ങിയിട്ട് ഇങ്ങോട്ടൊന്ന് വന്നല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ക്ഷമിക്ക്. അതായത് ഇപ്പോൾ ഈ നടത്തിയ 1.5 മണിക്കൂർ പ്രസംഗം, ഈ 1.5 മണിക്കൂർ പ്രസംഗത്തിൽ ആ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ പുള്ളി ഇപ്പോഴും മെയ് മാസത്തിലെ ആ ഇലക്ഷൻ പ്രചരണത്തിലാണ് നിൽക്കുന്നത്. ഇതേതോ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ കേരളത്തിലോ എവിടെയോ നടക്കുന്ന ഒരു ഇലക്ഷൻ റാലിയിൽ പ്രസംഗിച്ച ആ വാക്ക് അതല്ലാതെ മറ്റൊന്നും ഈ മനുഷ്യൻ ഇവിടെ പറയുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ, ഒരു സീനിയർ നേതാവിൻ്റെ യാതൊരു തരത്തിലുള്ള പക്വതയോ ശരീരഭാഷയോ സമീപനമോ ഈ മനുഷ്യൻ കാണിക്കുന്നില്ല. ആ സ്ട്രീറ്റ് റെട്ടറിക്സ് മാത്രമാണ് ഇവിടെ എടുത്ത് ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അഗ്നിവീറിനെ പറ്റിയൊക്കെ പച്ച കള്ളങ്ങൾ പറയുക, ഒന്നും പഠിക്കാതെയാണ് ഈ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനു മുമ്പ് അവസരം കിട്ടിയിട്ടില്ല, അതിനു മുമ്പ് നമ്പേഴ്സ് ഇല്ലായിരുന്നു, നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്പർ ഉള്ളപ്പോൾ അവർക്ക് ശബ്ദിക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ബലത്തിലുള്ള ബഹളമാണോ ഇത്? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഈ പാർലമെൻറ്റ് 84 മുതൽ 89 വരെ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി രാജീവ് ഗാന്ധി ഭരിച്ചൊരു കാലമുണ്ടായിരുന്നു. മോഹൻ വർഗീസ് സാറിനൊക്കെ ഓർമ്മയുണ്ടാവും, അത് എനിക്കും ഓർമ്മയുണ്ട്. എത്രയുണ്ടായിരുന്നു BJPക്ക് പാർലമെൻറ്റിൽ അംഗങ്ങൾ? 2 പേര്. ഏറ്റവും വലിയ പ്രതിപക്ഷം തെലുങ്ക് ദേശം പാർട്ടി. ഈ ശുഷ്കമായ പ്രതിപക്ഷം ഈ ഭീകര ഭൂരിപക്ഷവുമായിട്ട് ഭരിച്ചിരുന്ന രാജീവ് ഗാന്ധിയെ ഇഞ്ഞ വരപ്പിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ മുള്ളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രതിപക്ഷത്തിൻ്റെ ആ പ്രവർത്തനം കാരണം രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് തോറ്റു. അടുത്ത ഇലക്ഷന് 415 സീറ്റുമായിട്ട് വന്ന രാജീവ് ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ആ കോൺഗ്രസ് 89 ഇലക്ഷനിൽ തോറ്റു. നമ്പറൊന്നും വലിയ വിഷയമല്ലപ്പാ. പറയേണ്ടതുപോലെ പഠിച്ച് പറയുകയാണെങ്കിൽ രാജ്യസഭയിലും ലോക്സഭയിലും. അതുപോലെ ഇന്ദിരാഗാന്ധി 71 മഹാഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരത്തിൽ വന്നത്, 3-2 ഭൂരിപക്ഷവുമായി. അന്ന് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നിര എങ്ങനെയായിരുന്നു ഇന്ദിരാഗാന്ധിയെ ഇങ്ങനെ വട്ടം കറക്കിയത്? എത്ര ശക്തമായിട്ടാണ് പ്രതിപക്ഷം ഉണ്ടായിരുന്നത്?
രാം മനോഹർ ലോഹിയൊക്കെ പ്രതിപക്ഷത്തിരുന്ന് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട് ഈ രാജ്യത്ത്. നമ്പർ ഉണ്ടായിട്ടല്ല, സ്ട്രെങ്ത് ഉണ്ടായിട്ടല്ല, കാര്യങ്ങൾ പഠിച്ച് ഒരു പ്രതിപക്ഷ ധർമ്മത്തോടുകൂടി പഠിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി അവതരിപ്പിക്കുകയാണെങ്കിൽ ഒന്നും മതിയെന്നേ, കനലൊരു തരിയുന്നില്ല ഒരു പറയുന്ന മാതിരി. അല്ലാതെ ഈ കുറേ ആൾക്കൂട്ട ബഹളം കാണിക്കലല്ല പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത്. ഇത് ഒരു ഇവിടെ അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി സംസാരിച്ച് തുടങ്ങിയപ്പം മുതൽ അവസാനിക്കുന്നത് വരെ ഒരു സെക്കൻഡ് ഇടവേള കൊടുക്കാതെ ബഹളമായിരുന്നു. അതിന് ഒരു ഓമന പേരാണ് പ്രതിഷേധം മുദ്രാവാക്യം. ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ബാലക് എന്ന് വിളിച്ചത് ഇത്തിരി സ്റ്റേറ്റ്സ്മാൻഷിപ്പിന്റെ കുറവാണോ എന്ന്. ആ രീതിയിൽ ചൈൽഡിഷായിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് ഈ മനുഷ്യൻ ആ വിളി കേൾക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഖാർഗെ ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ, പ്രതിപക്ഷത്തിലെ പ്രധാന നേതാവായിരുന്നല്ലോ. ഖാർഗെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശരി, ഇല്ലല്ലോ. ഈ മനുഷ്യൻ പറയുന്നതും ആ മനുഷ്യന്റെ വായിൽ നിന്ന് വീഴുന്നതും മുഴുവനും ചൈൽഡിഷ് ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. ദയവ് ചെയ്ത് ഈ രാഹുൽ ഗാന്ധി ഇലക്ഷൻ പ്രചരണ വേദിയിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്തണം. ആ ബോധം അയാൾക്ക് വന്നിട്ടില്ല. ഞാനൊന്ന് ഇടപെടുന്നത്, ഇപ്പോൾ താങ്കൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തെക്കുറിച്ച്, അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തെക്കുറിച്ച്. തീർച്ചയായും അതിൽ എനിക്ക് വലിയ അറിവില്ല, കാരണം വായിച്ചൊക്കെയുള്ള അറിവേ ഉള്ളൂ. പക്ഷേ ഈ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജ്യത്തുണ്ടായ ഒരു തരംഗമുണ്ട്. അങ്ങനെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു. അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതെല്ലാം പറയുമ്പോൾ ഒരുപാട് സമയം പോകുമെന്നതുകൊണ്ടാണ്. പക്ഷേ അപ്പോഴും താങ്കൾ ഈ സൂചിപ്പിക്കുന്ന അംഗബലം അവിടെ വളരെ പ്രധാനപ്പെട്ടതായി മറ്റു ചിലത് കൂടിയില്ലേ ശ്രീ ഷാബു പ്രസാദ്? ഇതാ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തന്നെ, അതിന് മറുപടി നൽകേണ്ടത് പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായും സഭാരീതി അനുസരിച്ച് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു, പിന്നീട് മറ്റുള്ളവർക്ക് അവസരമില്ല. പക്ഷേ ആ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ പല ഭാഗങ്ങളും വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്പീക്കർ വെട്ടിമാറ്റിയ സാഹചര്യം ഉണ്ടാകുന്നു, പല നിരീക്ഷണങ്ങൾ വെട്ടിമാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും ജനാധിപത്യം വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഇടത്ത് ഈ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. താങ്കൾ പറഞ്ഞ ആ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലും ലഭിച്ചിരുന്ന പ്രതിപക്ഷ ബഹുമാനം ഇപ്പോഴുണ്ടോ എന്നതും സംശയമാണ്. പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ പ്രശ്നമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന തങ്ങളുടെ സ്ഥാനം, ആ അവസരം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കനിഞ്ഞു നൽകിയതൊന്നുമല്ല അത്. അവർക്ക് കിട്ടിയ മാൻഡേറ്റ് അത് എത്ര ചെറുതാണെങ്കിലും അതിനെ നേരായ വഴിക്കും ശരിയായ വഴിക്കും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ ഹിന്ദുക്കളെന്ന് പറയുന്നവരെല്ലാവരും അക്രമകാരികളാണ് എന്ന് പറഞ്ഞത്, അതിനെന്ത് പേരാ പറയേണ്ടത്? ഇനി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ അവരെയാണ് ഉദ്ദേശിച്ചത്. പോലെയാണോ അദ്ദേഹം അങ്ങനെ ഹിന്ദുക്കൾ എല്ലാവരും എന്നാണോ പറഞ്ഞത്? താങ്കൾക്കും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാകുന്ന ആളല്ലേ? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. അറിയാം. ഹിന്ദു എന്ന് പറയുന്നവരെല്ലാവരും, ഹിന്ദു എന്ന് പറയുന്നവർ അവർ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെ കുറിച്ചാണോ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞത്? എന്തുമായിക്കൊള്ളട്ടെ. അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പ്രധാനമന്ത്രി പറയുന്ന ഓരോ വാക്കുകളും അതിനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ വ്യാഖ്യാനിക്കാൻ, കോണ്ടക്സ്റ്റിൽ നിന്ന് മാറ്റി വ്യാഖ്യാനിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ടെങ്കിൽ അതേ അവകാശം മറ്റുള്ളവർക്കും ഉണ്ട്. അവകാശമാണ് പറയുന്നത്. അല്ല ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ താങ്കളുടെ വിശ്വാസം എന്തുമാകട്ടെ, ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല അഭിലാഷ്. ശരി, പക്ഷെ അപ്പോഴും ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ ഇപ്പോൾ കേരളം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. കേരളത്തിൽ എത്രയോ ഹൈന്ദവ സംഘടനകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഹൈന്ദവ വിഭാഗത്തെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ളത് ഈഴവർക്കായിരിക്കണം. അവർക്ക് തന്നെ SNDP ഉണ്ട്, SNDV ഉണ്ട്, ശിവഗിരിയിലെ സംഘടനയുണ്ട്, KPMS പോലെയുള്ള സംഘടനകളുണ്ട്, NSS പോലെയുള്ള സംഘടനകളുണ്ട്, രാജ്യവ്യാപകമായി നിരവധി ഹൈന്ദവ സംഘടനകളുണ്ട്. അവരൊന്നും കാര്യമായ പ്രതിഷേധമൊന്നും നടത്തി കാണുന്നില്ല. അവർക്കൊന്നും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. BJPക്ക് മാത്രമാണെന്നേ പ്രതിഷേധം. മാത്രമല്ല, ഇന്ന് ഡൽഹിയിൽ ആരാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധം നടത്തുന്നത്? BJP ആണ്. ഹിന്ദുക്കളോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് താങ്കൾ ഈ പറയുന്ന പോലെ വക്രീകരിക്കുകയാണ്. അതായത്
അല്ല, ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയമായി അതായത് ഒരു പുതിയ സർക്കാരിൻ്റെ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനമാണ്. ആദ്യ സമ്മേളനം നിങ്ങൾ ഇതിനു മുമ്പ് ഇത് മുഴുവനും നോക്കിക്കോളൂ, ലോക്സഭയുടെ ചരിത്രം നോക്കിക്കോളൂ. ഒരു ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച് ഈ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ കൊളവാക്കിയ ഒരു ചരിത്രം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല. അത്രമാത്രം വൃത്തികെട്ട രീതിയിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തുകയും ആ രീതിയിൽ ചെയ്യുമ്പോൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനുള്ള ഉത്തരവാദിത്വം ഇപ്പുറത്തും ഉണ്ടപ്പാ. അല്ലാതെ കിട്ടിയത് മേടിച്ചോണ്ട് വീട്ടിൽ പോണോ? അത് തന്നെ സംഭവിക്കും. അതിനെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നാൽ ആ ലെവൽ മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയമായ രീതിയിൽ അതിനെ തരം താഴ്ത്തി ഒരു പാർലമെന്റിന്റെ സമ്മേളനത്തെ തരം താഴ്ത്തിയാൽ അതിനെ ആ ഉരുളക്കുപ്പേരി പോലെ ആ രീതിയിൽ തന്നെ നേരിടാനുള്ള ഉത്തരവാദിത്വം ഭരണപക്ഷത്തിരിക്കുന്നവർക്കുണ്ട്. അവരത് ചെയ്യുക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധി എന്തും പറയും, രാഹുൽ ഗാന്ധി എന്തും. ഇനി ഒന്നുകൂടെ അല്ല, ഒറ്റ കാര്യം കൂടെ ഇപ്പൊ മോഹൻ വർഗീസ് സാർ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അദ്ദേഹം വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് സ്റ്റഡീഡ് ആയിട്ട് വന്നു. ആ സ്റ്റഡീഡ് ആയിട്ട് വന്ന ഒരു പ്രസംഗമാണോ ഇത് ഹിന്ദുക്കൾ ഈ രീതിയിൽ BJPക്ക് അവസരം കൊടുക്കുന്നത്? അല്ലെങ്കിൽ വേറൊന്ന് അഗ്നിവീറിന്റെ കാര്യം പറഞ്ഞത്, അതിന്റെ പേരിൽ പരാതി പോയിട്ടുണ്ട്. പച്ചക്കള്ളമാണ് പറഞ്ഞത്. അഗ്നിവീറിന് ഇത് കോമ്പൻസേഷൻ ഒന്നും ₹1 പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് എങ്ങോട്ട് ഇലക്ഷൻ റാലിയിൽ പറഞ്ഞതാണ്. പച്ചക്കള്ളമാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അതാത് വകുപ്പ് മന്ത്രിമാർ അന്നേരം പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അവസാനം ഇനിയും പ്രധാനമന്ത്രി അതിന് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം.